എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അധികാരം 100 പൺപുടൈമൈ സംസ്കാരം എന്നതിലെ 6ാമത്തെ കുറിലുകൾ തൊട്ട് നോക്കാം നമുക്ക്. പൺപുടയ്യാർ പട്ടുണ്ടുലകം അതുവിൻ്റേൽ മൺപൂക്കു മായ്വതുമൻ. പൺപുടയ്യാർ പട്ടുണ്ടുലകം അതുവിൻ്റേൽ മൺപൂക്കു മായ്വതുമൻ. നിലനിൽപ്പു സംസ്കാരമതികളാൽ ഈ ലോകം വിലകെട്ടു മണ്ണടിയുമല്ലേൽ. നിലനിൽപ്പു സംസ്കാരമതികളാൽ ഈ ലോകം വിലകെട്ടു മണ്ണടിയുമല്ലേൽ. പൺപുടയ്യാർ സംസ്കാരസമ്പന്നരായ ജനങ്ങളുടെ പട്ടു ബന്ധത്തിൽപ്പെട്ട് ഉലകം ഈ പ്രപഞ്ചം ഉണ്ടു, അതായത് നിലനിൽക്കുന്നു. അതുവിൻ്റേൽ അതില്ലെങ്കിൽ, മൺപുക്കു മണ്ണടിഞ്ഞ്, മായ്വതു ഇല്ലാതായി പോകുന്നത്. ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നത് ധർമ്മനിരതരും സംസ്കാരമതികളുമായിട്ടുള്ള സുജനങ്ങളുടെ ബന്ധം കൊണ്ട് മാത്രമാണ്. അവരില്ലെങ്കിൽ എന്നോ ഇത് മണ്ണടിഞ്ഞ് മാഞ്ഞു പോയേനെ. അപ്പം ഈ ലോകം ഇപ്പം നമ്മൾ കാണുന്ന പോലെ നിലനിൽക്കാൻ കാരണം ധർമ്മനിരതരും വളരെയധികം സംസ്കാരസമ്പന്നരായിട്ടുള്ള സജ്ജനങ്ങളുടെ ബന്ധം കൊണ്ട് മാത്രമാണെന്നാണ് പറയുന്നത്. ഈ സജ്ജനങ്ങളില്ലെങ്കിൽ ഈ ഭൂമി തന്നെ എന്നോ പോയേനെ, ഈ ലോകം നിലനിൽക്കാതെ പോയേനെ എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയ്ക്കും പ്രാധാന്യം ഈ സംസ്കാരസമ്പന്നരായ ആളുകൾക്കുണ്ട്. അപ്പോൾ ഓരോരുത്തരും അങ്ങനെ സംസ്കാരസമ്പന്നരായാലാണ് ഈ ഭൂമിക്കും ഈ ലോകത്തിനൊക്കെ നിലനിൽപ്പുള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അരം പോലും കൂർമയ്യ രേനും മരം പോൽവർ മക്കട് പൺപില്ലാതവർ. അരം പോലും കൂർമയ്യ രേനും മരം പോൽവർ മക്കട് പൺപില്ലാതവർ. അരമെന്ന പോൽ ബുദ്ധികൂർമത ഭവിക്കിലും പടുമരം സംസ്കാരശൂന്യർ. അരമെന്ന പോൽ ബുദ്ധികൂർമത ഭവിക്കിലും പടുമരം സംസ്കാരശൂന്യർ. പൺപില്ലാതവർ സംസ്കാരമില്ലാത്തവർ. അരം പോലും എന്ന് വെച്ചാൽ അരം കണക്കെ. കൂർമയ്യരേനും എന്ന് പറഞ്ഞാൽ ബുദ്ധികൂർമതയുള്ളവരാണെങ്കിലും, മരം പോൽവർ മരം പോലെയുള്ളവർ തന്നെ, വളരെ നിശിതവും അരം പോലെ കൂർമതയുള്ളതുമായ ബുദ്ധിശക്തി ഉണ്ടായിട്ട് എന്താണൊരു പ്രയോജനം എന്നാണ് ചോദിക്കുന്നത്. പ്രയോജനം ഇല്ല എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. സജ്ജനങ്ങളുടേതായ സംസ്കാരം ഇല്ലെന്ന് വരികിൽ ആ മനുഷ്യർ ഒരു മരം തന്നെ, വെറും മരമല്ല, പടുമരം. മരത്തിനാണെങ്കിൽ തണലും പൂവും കായ്കനികളുമെല്ലാം തരാനുള്ള സൗമനസ്യമെങ്കിലും ഉണ്ടല്ലോ. അതൊന്നുമില്ലാത്ത സംസ്കാരശൂന്യരെ പടുമരത്തോട് തന്നെയാണ് ഉപമിക്കേണ്ടത്. ഇപ്പോൾ ഒരാൾക്ക് അരം പോലെ കൂർമതയുള്ള, അതായത് വളരെ കൂർമ്മ ബുദ്ധിയുള്ള ഒരാൾക്ക് എന്താണ് ആ ബുദ്ധി കൊണ്ടൊക്കെ ഒരു പ്രയോജനം? ഒന്നുമില്ല. സജ്ജനങ്ങളുടെ സംസ്കാരം അയാൾക്ക് ഇല്ലെന്ന് വരികിൽ ആ മനുഷ്യനും ഒരു പടുമരം തന്നെയാണെന്ന് പറയുന്നത്. വെറും മരമാണെങ്കിൽ അത് നമുക്ക് തണലും പൂവും കായൊക്കെ തരും. പടുമരമാണെന്നാണ്, ഒരു ഉപകാരവും ഇല്ലാത്ത ഒരു മരമാണെന്നാണ് പറയുന്നത്. ഈ സംസ്കാരശൂന്യരാണ് ഇങ്ങനെ പറയുന്നത്, പടുമരത്തോട് ഉപമിക്കുന്നത്. നൺപാറ്റാർ ആകി നയമില ചെയ്വാർക്കും പൺപാറ്റാർ ആതൽ കടൈ. നൺപാറ്റാർ ആകി നയമില ചെയ്വാർക്കും പൺപാറ്റാർ ആതൽ കടൈ. സ്നേഹമെന്നെ പകകൊള്ളുവോരിലും സംസ്കാരാദരം കൊള്ളായ്ക ഹീനം. സ്നേഹമെന്നെ പകകൊള്ളുവോരിലും സംസ്കാരാദരം കൊള്ളായ്ക ഹീനം. നൺപു സ്നേഹം ആറ്റാരാകി ചെലുത്താത്തവരായി, നയമില ശത്രുതയെ ചെയ്വാർക്കും ചെയ്യുന്നവർക്കും, പൺപാറ്റാരാതൽ സംസ്കാരമതിയായി തന്നെ അങ്ങോട്ട് പ്രതികരിക്കാതിരിക്കുക എന്നത് കടൈ കുറ്റകരമാകുന്നു. യാതൊരു സ്നേഹവുമില്ലാതെ കടുത്ത നന്ദികേടാൽ തനിക്ക് കൊടിയ ദ്രോഹം മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അങ്ങോട്ട് നല്ലതേ ചെയ്യാവൂ. അതാണ് സംസ്കാരം. അങ്ങനെ ചെയ്യാത്ത പക്ഷം അവരുടെ നിലവാരത്തിലേക്ക് താനും അധപ്പതിക്കുകയാണല്ലോ. ആ നിലയ്ക്ക് അതൊരു കുറ്റം തന്നെ ആയിത്തീരുന്നു. യാതൊരു സ്നേഹമില്ലാതെ നന്ദികേടാൽ തനിക്ക് കൊടിയ വലിയ ദ്രോഹം മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും നമ്മൾ
സജ്ജനങ്ങൾ അങ്ങോട്ട് നല്ലതേ ചെയ്യാവൂ. അവർക്ക് ദോഷം വരുന്ന ഒന്നും സജ്ജനങ്ങൾ ചെയ്യില്ല. പറയുമ്പോൾ അവർ വല്ലാതെ ഈ സജ്ജനങ്ങളെ ഉപദ്രവിക്കുന്നവരാണെങ്കിൽ പോലും സജ്ജനങ്ങൾ അവർക്ക് ഒരു ദോഷവും ചെയ്യില്ല. അതാണ് സംസ്കാരം. അങ്ങനെ ചെയ്യാത്ത പക്ഷം അവരുടെ നിലവാരത്തിലേക്ക് ഈ സംസ്കാര സമ്പന്നരായ ആൾക്കാരും ഈ മറ്റുള്ളവരുടെ നിലവാരത്തിലേക്ക് താഴ്ന്നു പോവുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതൊരു കുറ്റം തന്നെയാണ്. അങ്ങനെ താഴ്ന്നു പോകാൻ പാടില്ല. എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് നല്ലത് മാത്രമേ ചെയ്യാവൂ. സംസ്കാര സമ്പന്നരായിട്ടുള്ള ആൾക്കാർ. നകൽ വല്ലർ അല്ലാർക്ക് മായിരു ഞാലം പകലും പാറ് പട്ടന്തിരുൾ. നകൽ വല്ലർ അല്ലാർക്ക് മായിരു ഞാലം പകലും പാറ് പട്ടന്തിരുൾ. സ്നേഹ സംസ്കാരമോടിടപഴകിടാത്തോർക്ക് ലോകം ഇരുണ്ടുപോം പകലും. സ്നേഹ സംസ്കാരമോടിടപഴകിടാത്തോർക്ക് ലോകം ഇരുണ്ടുപോം പകലും. നകൽ വല്ലർ അല്ലാർക്ക് ഹൃദയാഹ്ലാദം പങ്കുവയ്ക്കാൻ അറിയാത്തവർക്ക് മായിരു ഞാലം അതിവിശാലമായ ഈ ഭൂലോകം പകലും എന്ന് പറഞ്ഞാൽ പ്രകാശം നിറഞ്ഞ പകൽ സമയത്ത് പോലും ഇരുൾ മൂടിയ നിലയിൽ പാറ് പട്ടൻ്റു കാണപ്പെടുന്നുള്ളൂ. എല്ലാ തരത്തിലും ഉള്ളവരോട്, അതായത് നല്ലവരോടും ദുഷിച്ചവരോടും എല്ലാവരോടും താഴ്ന്നവരോടും എല്ലാവരോടും സൗമനസ്യപൂർവ്വം ഇടപഴകുവാനും അവരുമായിട്ട് മനസ്സിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാനുമുള്ളൊരു സംസ്കാരം ഇല്ലാത്തവർക്ക് ഈ വലിയ ലോകം പകൽ വെളിച്ചത്തിലും ഇരുണ്ടതായിട്ടേ തോന്നുള്ളൂ. അപ്പോൾ നമ്മൾ സജ്ജനങ്ങൾ സംസ്കാര സമ്പന്നരെ എങ്ങനെ വേണ്ടത് വെച്ചാൽ ഏത് ലെവലിലുള്ള ആൾക്കാരോടും വളരെ സൗമനസ്യത്തോടെ അവരോട് ഇടപഴകണം. നമ്മുടെ ഹൃദയോല്ലാസങ്ങളൊക്കെ അവരുമായിട്ട് ഷെയർ ചെയ്യുക, പങ്കുവയ്ക്കുക. അതൊക്കെയാണ് ഈ സംസ്കാര സമ്പന്നർ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാത്തവർക്ക്, ഈ ഒരു സംസ്കാരം ഇല്ലാത്തവർക്ക് ഈ ലോകം പകൽ പോലും ഇരുൾ മൂടിയതായിട്ട് തോന്നും. പൺപിലാൻ പെറ്റ പെരുഞ്ചെൽവം നൻപാൽ കലന്തി മയ്യാൽ തിരിന്തറ്റു. പൺപിലാൻ പെറ്റ പെരുഞ്ചെൽവം നൻപാൽ കലന്തി മയ്യാൽ തിരിന്തറ്റു. സംസ്കാരഹീനന്റെ സമ്പത്ത് പൈമ്പാലു ദുഷ്കലത്തിൽ കെടും പോലെ. സംസ്കാരഹീനന്റെ സമ്പത്ത് പൈമ്പാല് ദുഷ്കലത്തിൽ കെടും പോലെ. പൺപിലാൻ മാനുഷികമായ യാതൊരു സംസ്കാരവും തൊട്ടു തീണ്ടാത്തവനായ ഒരുവൻ്റെ. പെരും ചെൽവം എന്ന് പറഞ്ഞാൽ വലുതായ സമ്പത്ത്. നൻപാൽ ശുദ്ധമായ പാൽ. കലം അത് വെച്ചിരിക്കുന്ന ആ കലം. തീമയ്യാൽ ദുഷ്ടമൂലം. തിരിന്തറ്റു കെട്ടുപോകുന്നത് പോലെ. സംസ്കാരമില്ലാത്തവൻ്റെ കൈവശം എത്ര വലിയ സമ്പത്തുണ്ടായിരുന്നാലും അത് ആർക്കും ഉപകരിക്കാതെ പോകും. ശുദ്ധമായിട്ടുള്ള പശുവിൻ പാൽ ദുഷിച്ച കലത്തിൽ സൂക്ഷിച്ചാൽ എങ്ങനെ അത് കെട്ടുപോകുമോ അതുപോലെ ആണ് ഈ പറയുന്നത്. ഉടമസ്ഥന് പോലും ആ പാല് പിന്നെ പ്രയോജനപ്പെടില്ല. പിന്നെ മറ്റുള്ളവരുടെ കഥ പറയാനില്ലല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ സംസ്കാരമില്ലാത്തവരുടെ കയ്യിൽ ഒരുപാട് സമ്പത്ത്, എത്ര വലിയ സമ്പത്ത് ഉണ്ടായാലും അതൊന്നും ഒരാൾക്കും ഉപകരിക്കില്ല. അവനവനും വേറെ ആൾക്കാർക്കും ഒന്നും ഉപകരിക്കാതെ പോകും. അതിന് ഉപമിക്കണത് ശുദ്ധമായിട്ടുള്ള പശുവിൻ പാൽ ഒരു അഴുക്ക് പിടിച്ച ഒരു മൺകലത്തിൽ ഒഴിച്ചു വെച്ചാൽ എങ്ങനെ അത് കേടായി പോകുമോ അതുപോലെ. ആ പാലുകൊണ്ട് ആർക്കും ഉപകാരമില്ലോ. അതുപോലെ തന്നെയാണ് ഈ സംസ്കാര ശൂന്യരുടെ കയ്യിൽ വരുന്ന സമ്പത്തിൻ്റെയും കഥ. അപ്പോൾ ആ അധികാരം കഴിഞ്ഞു. ഇനി നാളെ നമുക്ക് അധികാരം 101 നന്റിയിൽ ചെൽവം വിഫല സമ്പത്ത് നമുക്ക് നാളെ കാണാം. നന്ദി.